ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അറ്റൻറ്റീവായിട്ട് ക്ലാസ് കേട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ നോക്കാം. എപ്പോഴാണ് ലഹരി മരുന്ന് ഉപയോഗത്തിനും അനധികൃത കടത്തിനും എതിരായി അന്താരാഷ്ട്ര ദിനം ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? ജൂൺ 26 കേട്ടോ, ഓർത്ത് വയ്ക്കുക. എപ്പോഴാണ് ലഹരി മരുന്ന് ഉപയോഗത്തിനും അനധികൃത കടത്തിനും എതിരെയായി അന്താരാഷ്ട്ര ദിനം ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? ജൂൺ 26. നെക്സ്റ്റ് വൺ നോക്കാം. സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥലമായ ചലഞ്ചർ ഡീപ്പിൽ എത്തിയ ആദ്യത്തെ വനിത ആരാണ്? കാത്തി സള്ളിവൻ. ഒന്നുകൂടെ പറയാം. സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥലമായ ചലഞ്ചർ ഡീപ്പിൽ എത്തിയ ആദ്യത്തെ വനിത ആരാണ്? കാത്തി സള്ളിവൻ. അതേപോലെ തന്നെ ബഹിരാകാശത്ത് കൂടെ നടന്ന ആദ്യത്തെ അമേരിക്കൻ വനിത കൂടിയാണ് കാത്തി സള്ളിവൻ കേട്ടോ. അതും കൂടി ഓർത്ത് വയ്ക്കുക. ബഹിരാകാശത്ത് കൂടി നടന്ന ആദ്യത്തെ അമേരിക്കൻ വനിത കൂടിയാണ് കാത്തി സള്ളിവൻ. എപ്പോഴാണ് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ലോകത്ത് ആചരിക്കപ്പെടുന്നത്? ജൂൺ 14 കേട്ടോ. എപ്പോഴാണ് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ലോകത്ത് ആചരിക്കപ്പെടുന്നത്? ജൂൺ 14. നെക്സ്റ്റ് നോക്കാം. നീതി ആയോഗ് അടുത്തിടെ പ്രഖ്യാപിച്ച പ്രകൃതി സൗഹൃദ പ്രൊജക്ട് ഏതാണ്? നീതി ആയോഗ് അടുത്തിടെ പ്രഖ്യാപിച്ച പ്രകൃതി സൗഹൃദ പ്രൊജക്ട് ഏതാണ്? ഡീകാർബണൈസിംഗ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. ഏതാണ്? ഡീകാർബണൈസിംഗ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. നെക്സ്റ്റ് വൺ നോക്കാം. ഏത് ഫുട്ബോൾ ക്ലബ്ബാണ് 2019-20 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നേടിയത്? ലിവർപൂൾ ആണ് കേട്ടോ. ഏത് ഫുട്ബോൾ ക്ലബ്ബാണ് 2019-2020 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നേടിയത്? ലിവർപൂൾ. അടുത്ത് നോക്കാം. ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ജൂൺ 8 കേട്ടോ. ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ജൂൺ 8. നെക്സ്റ്റ് വൺ നോക്കാം. തണൽക്കൂട്ടം സാംസ്കാരിക കൂട്ടായ്മ യുവ സാഹിത്യ പുരസ്കാരത്തിന് കവിയും അധ്യാപികയുമായ MP രാജലക്ഷ്മിയെ അർഹയാക്കിയ കൃതി ഏതാണ്? വിയർപ്പ് പൂത്ത മരങ്ങൾ. ഏതാണ് കൃതി? വിയർപ്പ് പൂത്ത മരങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം. തണൽക്കൂട്ടം സാംസ്കാരിക കൂട്ടായ്മ യുവ സാഹിത്യ പുരസ്കാരത്തിന് കവിയും അധ്യാപികയുമായ MP രാജലക്ഷ്മിയെ അർഹയാക്കിയ കൃതി ഏതാണ്? വിയർപ്പ് പൂത്ത മരങ്ങൾ. നെക്സ്റ്റ് വൺ നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ പാനൽ ചർച്ചയിലേക്ക് ക്ഷണം ലഭിച്ചത് ഏത് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിക്കാണ്? കേരളത്തിലാണ് കേട്ടോ. ഐക്യരാഷ്ട്ര സംഘടനയുടെ പാനൽ ചർച്ചയിലേക്ക് ക്ഷണം ലഭിച്ചത് ഏത് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിക്കാണ്? കേരളത്തിലാണ്. നെക്സ്റ്റ് വൺ നോക്കാം. കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് ഒല്ലൂർ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് ഒല്ലൂരാണ്. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ. നെക്സ്റ്റ് വൺ നോക്കാം. ദീർഘദൂര യാത്രക്കാരുടെ ആവശ്യാർത്ഥം തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂർ വരെ KSRTC ആരംഭിച്ച സ്പെഷ്യൽ സർവീസിൻ്റെ പേരെന്താണ്? റിലേ ആണ് കേട്ടോ. റിലേ. ദീർഘദൂര യാത്രക്കാരുടെ ആവശ്യാർത്ഥം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ KSRTC ആരംഭിച്ച സ്പെഷ്യൽ സർവീസിൻ്റെ പേരെന്താ? റിലേ. നെക്സ്റ്റ് വൺ നോക്കാം. പഞ്ചാബിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറിയുടെ പേരെന്താണ്? വിനി മഹാജൻ. ആരാണ്? വിനി മഹാജൻ. നെക്സ്റ്റ് വൺ നോക്കാം. ഉത്തേജക മരുന്ന് കേസിൽ നിന്നും മുക്തയായ ഏത് ഇന്ത്യൻ താരത്തിനാണ് 2018 അർജുന അവാർഡ് ലഭിച്ചത്? സഞ്ജിത ചാനോ. ആരാണ്? സഞ്ജിത ചാനോ. ഉത്തേജക മരുന്ന് കേസിൽ നിന്നും മുക്തയായ ഏത് ഇന്ത്യൻ താരത്തിനാണ് 2018 അർജുന അവാർഡ് ലഭിച്ചത്? സഞ്ജിത ചാനോ. നെക്സ്റ്റ് വൺ നോക്കാം. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ആരംഭിച്ചിട്ടുള്ള ഓൺലൈൻ പഠന പദ്ധതിയുടെ പേരെന്താണ്? പ്രതിഭ തീരം കേട്ടോ. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളല്ലേ, അപ്പോൾ പ്രതിഭ തീരം. നെക്സ്റ്റ് വൺ നോക്കാം. 2020 അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ്റെ പേരെന്താണ്? പാപ്പുക്കുട്ടി ഭാഗവതർ. ആരാണ്? പാപ്പുക്കുട്ടി ഭാഗവതർ. നെക്സ്റ്റ് നോക്കാം. 2020 ജൂൺ മാസത്തിൽ അന്തരിച്ച ലോകത്തിലെ ആദ്യ ഇസ്ലാമിക് ബാങ്ക് സ്ഥാപകനും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും വ്യവസായിയുമായ വ്യക്തി ആരാണ്? ഹജ് സയ്യദ് ബിൻ അഹമ്മദ് അൽ ലുത്ത. ഓക്കെ, ഹജ് സയ്യദ് ബിൻ അഹമ്മദ് അൽ ലുത്തയാണ്. അപ്പോൾ ദുബായ് ഇസ്ലാമിക് ബാങ്കിന് രൂപം നൽകിയിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം. നെക്സ്റ്റ് വൺ നോക്കാം. 2020 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മലയാളം സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി ആരാണ്? KR സച്ചിദാനന്ദൻ. ഓർത്തു വയ്ക്കുക. 2020 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മലയാളം സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി ആരാണ്? KR സച്ചിദാനന്ദനാണ്. നെക്സ്റ്റ് നോക്കാം. 2020 ജൂണിൽ ഇന്ത്യ ചൈന സൈനിക സംഘർഷമുണ്ടായിട്ടുള്ള പ്രദേശം ഏതാണ്? 2020 ജൂണിൽ ഇന്ത്യ ചൈന സൈനിക സംഘർഷമുണ്ടായിട്ടുള്ള പ്രദേശം ഏതാണ്? ഗാൽവൻ വാലിയാണ്. ഏതാണ്? ഗാൽവൻ വാലി. ഓർത്ത് വയ്ക്കുക കേട്ടോ. 2020 ജൂണിൽ ഇന്ത്യ ചൈന സൈനിക സംഘർഷമുണ്ടായിട്ടുള്ള പ്രദേശം ഏതാണ്? ഗാൽവൻ വാലി. നെക്സ്റ്റ് വൺ നോക്കാം.
തൃശ്ശൂർ ആസ്ഥാനമായ CSB അതായത് കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി 2020 ജൂൺ മാസത്തിൽ നിയമിതനായത് പ്രളയ് മൊണ്ടേലാണ്. നെക്സ്റ്റ് വൺ നോക്കാം. സ്പാനിഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ദ ഷാഡോ ഓഫ് ദ വിൻഡ് എന്ന വിഖ്യാത നോവലിൻ്റെ രചയിതാവ് ആരാണ്? കാർലോസ് റൂയിസ് സഫോൺ ആണ്. ആരാണ്? കാർലോസ് റൂയിസ് സഫോൺ. നെക്സ്റ്റ് വൺ നോക്കാം. കോവിഡ് രോഗത്തിൽ അതീവ ശ്രദ്ധ വേണ്ട വയോജനങ്ങൾക്ക് ആവശ്യമായ പരിരക്ഷ ഉറപ്പുവരുത്താൻ കേരള സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഗ്രാൻഡ് കെയർ. കേട്ടോ, ഗ്രാൻഡ് നമുക്കറിയാലോ, വയോജനങ്ങൾക്ക്, അതായത് വയസ്സായ ആൾക്കാർക്ക് അല്ലേ. അപ്പോൾ ഗ്രാൻഡ് കെയർ ആണ്. അടുത്ത് നോക്കാം. മലാഖ യൂസഫ് സായി ബിരുദധാരിയായത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, മലാല യൂസഫ് സായി ബിരുദധാരിയായത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. നെക്സ്റ്റ് വൺ നോക്കാം. 2020 ജൂൺ മാസത്തിൽ അന്തരിച്ച മുൻകാല ബോളിവുഡ് നടനാരാണ്? രത്തൻ ചോപ്ര. 2020 ജൂൺ മാസത്തിൽ അന്തരിച്ച മുൻകാല ബോളിവുഡ് നടനാരാണ്? രത്തൻ ചോപ്ര. അടുത്ത് നോക്കാം. 2020 ജൂൺ മാസത്തിൽ അന്തരിച്ച ഛായാഗ്രഹകനാരാണ്? ബി കണ്ണനാണ്. ഓക്കെ, 2020 ജൂൺ മാസത്തിൽ അന്തരിച്ച ഛായാഗ്രഹകൻ ബി കണ്ണനാണ്. അടുത്ത് നോക്കാം. 2020 ജൂൺ മാസത്തിൽ അന്തരിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രായം ചെന്ന ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് താരം വസന്ത് റായ്ജിയാണ്. ആരാണ്? വസന്ത് റായ്ജി. 2020 ജൂൺ മാസത്തിൽ അന്തരിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രായം ചെന്ന ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് താരം ആരാണ്? വസന്ത് റായ്ജി. അടുത്ത് നോക്കാം. നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസ ബഹിരാകാശ യാത്രാ പദ്ധതിയുടെ ആദ്യ വനിതാ മേധാവി ആരാണ്? കാത്തി ലീഡേഴ്സ് ആണ്. ഓക്കെ, നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസ ബഹിരാകാശ യാത്രാ പദ്ധതിയുടെ ആദ്യ വനിതാ മേധാവി ആരാണ്? കാത്തി ലീഡേഴ്സ്. 2020 ജൂൺ മാസത്തിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവും ചിത്രകാരിയുമാരാണ്? പത്മജ രാധാകൃഷ്ണൻ. 2020 ജൂൺ മാസത്തിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവും ചിത്രകാരിയുമാരാണ്? പത്മജ രാധാകൃഷ്ണൻ. അടുത്ത് നോക്കാം. KSRTC മാനേജിംഗ് ഡയറക്ടറായി 2020 ജൂൺ മാസത്തിൽ നിയമിതനായതാരാണ്? ബിജു പ്രഭാകർ. ഓക്കെ, KSRTC മാനേജിംഗ് ഡയറക്ടറായി 2020 ജൂൺ മാസത്തിൽ നിയമിതനായത് ബിജു പ്രഭാകർ. അടുത്ത് നോക്കാം. ഓൺലൈൻ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സഹായവും എത്തിക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഈ വിദ്യാരംഭം. ഓക്കെ, ഓൺലൈൻ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സഹായവും എത്തിക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഈ വിദ്യാരംഭം. അടുത്ത് നോക്കാം. 2020 ജൂൺ 1 രാജിവെച്ച കേരള ബ്ലാസ്റ്റേഴ്സ് CEO ആരാണ്? 2020 ജൂൺ 1 രാജിവെച്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആരാണ്? വീരേൻ ഡിസിൽവ. നെക്സ്റ്റ് നോക്കാം. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് അവതരിപ്പിച്ച ഓൺലൈൻ അക്കൗണ്ട് ഓപ്പണിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? SBI ഇൻസ്റ്റ. ഓക്കെ, ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് അവതരിപ്പിച്ച ഓൺലൈൻ അക്കൗണ്ട് ഓപ്പണിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? SBI ഇൻസ്റ്റ. നെക്സ്റ്റ് നോക്കാം. കേരള പോലീസിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കാൻ നിലവിലുണ്ടായിരുന്ന മൊബൈൽ ആപ്പുകൾ സംയോജിപ്പിച്ച് തയ്യാറാക്കിയ പുതിയ ആപ്പിൻ്റെ പേരെന്താണ്? പോൽ ആപ്പ്. ഏതാണ്? പോൽ ആപ്പ്. പോലീസിൻ്റെ പോൽ, അതുപോലെ തന്നെ ആപ്പ്. കേട്ടോ. അടുത്ത് നോക്കാം. കേരള രഞ്ജി ടീം പരിശീലകനായി 2020 ജൂൺ മാസത്തിൽ നിയമിതനായത് ടിനു യോഹന്നാനാണ്. ഓക്കെ, കേരള രഞ്ജി ടീം പരിശീലകനായി 2020 ജൂൺ മാസത്തിൽ നിയമിതനായത് ടിനു യോഹന്നാൻ. അടുത്ത് നോക്കാം. സംസ്ഥാനത്തെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ R ശ്രീലേഖയാണ്. നമുക്കെല്ലാവർക്കും അറിയായിരിക്കും, സംസ്ഥാനത്തെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ R ശ്രീലേഖയാണ്. നെക്സ്റ്റ് വൺ നോക്കാം. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി രോഗികളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കർണാടക സർക്കാർ ആരംഭിച്ച വെബ് പോർട്ടലിൻ്റെ പേരെന്താണ്? സേവ സിന്ധു. ഓക്കെ, കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി രോഗികളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കർണാടക സർക്കാർ ആരംഭിച്ച വെബ് പോർട്ടലിൻ്റെ പേരെന്താണ്? സേവ സിന്ധു. അടുത്ത് നോക്കാം. യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ 2019 പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ വനിതാ സൈനിക ഓഫീസർ ആരാണ്? സുമൻ ഗവാണി. ആരാണ്? സുമൻ ഗവാണി. ഓർത്തു വയ്ക്കുക. യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ 2019 പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ വനിതാ സൈനിക ഓഫീസർ ആരാണ്? സുമൻ ഗവാണി. അടുത്ത് നോക്കാം.
പുല്ലാങ്കുഴൽ വായിച്ച് റെക്കോർഡ് നേടിയ മലയാളി ആരാണ്? മുരളി നാരായണൻ. കേട്ടോ, പുല്ലാങ്കുഴൽ വായിച്ച് റെക്കോർഡ് നേടിയ മലയാളി ആരാണ്? മുരളി നാരായണൻ. 2020 ജൂൺ മാസത്തിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? നിസർഗയാണ് കേട്ടോ. 2020 ജൂൺ മാസത്തിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? നിസർഗ. നെക്സ്റ്റ് വൺ നോക്കാം. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത് വിശ്വാസ് മെഹത്തയാണ്. ആരാണ് കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത്? വിശ്വാസ് മെഹത്ത. ഓക്കെ, അടുത്ത് നോക്കാം. ജൂൺ 1 മുതൽ കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പഠന പരിശീലന ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യുന്ന ചാനൽ ഏതാണ്? എല്ലാവർക്കും അറിയായിരിക്കും, വിക്ടേഴ്സ് ആണ് അല്ലേ. ജൂൺ 1 മുതൽ കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പഠന പരിശീലന ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യുന്ന ചാനൽ ഏതാണ്? വിക്ടേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ബൈ.